അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതമായ മുഹറം 10 ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പുണ്യദിനം. മഹാന്മാരായ സ്വഹാബാക്കിറാം റളിയല്ലാഹു അൻഹും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നത് കാണാം. യാ റസൂലല്ലാഹ്, ലഖദ് ഫളലല്ലാഹു യൗമ ആശുറ അലാ സായിരിൽ അയ്യാം. മറ്റു ദിവസങ്ങളെക്കാൾ കൂടുതൽ പവിത്രത മുഹറം 10 ദിവസത്തിന് അള്ളാഹു നൽകിയിട്ടുണ്ടോ? നബിതങ്ങൾ പറഞ്ഞു, നഅം, അതെ. ഖലഖല്ലാഹു സമാവാതി വൽ അർളീൻ. ആകാശ ഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ചത് മുഹറം 10-നാണ്. പർവ്വതങ്ങളെ സൃഷ്ടിച്ചത് മുഹറം 10. സമുദ്രത്തെ അള്ളാഹു സൃഷ്ടിച്ചത് മുഹറം 10. ആദം നബി അലൈഹിസ്സലാം, അബൂന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് മുഹറം 10. മഹദി ഹവ്വ ഹുമ്മയെ അള്ളാഹു സൃഷ്ടിച്ചത് മുഹറം 10. സ്വർഗത്തെ അള്ളാഹു സൃഷ്ടിച്ചത് മുഹറം 10. ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചതും മുഹറം 10. മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ചത് മുഹറം 10. നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ നിന്ന്, അസഹ്യമായ ആ വേദനയിൽ നിന്ന് അള്ളാഹു ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തിയതും മുഹറം 10. അതുപോലെ തന്നെ മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമിനെ ഫിർഔൻ അവൻ്റെ ശത്രുക്കളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയത്, ഫിർഔനെ നശിപ്പിച്ചത്, മൂസാ നബിയെയും സൈന്യത്തെയും രക്ഷപ്പെടുത്തിയത് മുഹറം 10. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗത്തിൽ നിന്ന്, ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ പ്രാപിച്ചതും മുഹറം 10. അതുപോലെ തന്നെ മഹാനായ റൂഹുല്ലാഹി ഈസ നബി അലൈഹിസ്സലാം ജനിച്ചത് മുഹറം 10. ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഉന്നതമായ സ്ഥാനം നൽകിയത് മുഹറം 10. ഭൂമിയിൽ ആദ്യമായിട്ട് മഴ വർഷിച്ചത് മുഹറം 10. മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാമിനെ ആ വലിയ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുഹറം 10. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ, അത്ഭുതകരമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച അനുഗ്രഹീതമായ ഒരു ദിനമാണ് മുഹറം 10. ആ മുഹറം 10-ൽ നോമ്പനുഷ്ഠിക്കൽ വളരെ പുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ വിശുദ്ധമായ മുഹറമിൻ്റെ നോമ്പനുഷ്ഠിച്ചാൽ ഒരുപാട് ഹജ്ജ് ചെയ്ത പ്രതിഫലം അള്ളാഹു നൽകുമെന്നും, അതോടൊപ്പം തന്നെ മുഅ്മിനായ മനുഷ്യന് ആശുറായിൻ്റെ നോമ്പ് തുറപ്പിച്ചാൽ മുഴുവൻ ജനങ്ങൾക്ക് നോമ്പ് തുറപ്പിച്ച പ്രതിഫലമുണ്ട് എന്നും. അപ്പൊ ചുരുക്കത്തിൽ വളരെ പ്രധാനമാണ്. മുത്തുനബിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് യൗമു ആശുറായിലെ നോമ്പിൻ്റെ പ്രത്യേകത? നബിതങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ വർഷത്തെ ഒരു വർഷത്തെ പാപം പൊറുക്കാൻ നോമ്പ് കാരണമാകും. അങ്ങനെ ആശുറ എന്ന് പേരിടാൻ തന്നെ 10ഓളം പ്രത്യേകതകൾ ഒരുമിച്ച് കൂടിയ മഹത്വമുള്ള ഒരു ദിവസമാണ്. ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദിനമായതുകൊണ്ടാണ് യൗമു ആശുറ എന്ന് പേര് വരാൻ കാരണമെന്ന് ചില മഹാന്മാർ പറയുന്നു. ഏതായാലും ഈ വെള്ളിയാഴ്ചയാണ് നമുക്ക് മുഹറം 10-ൻ്റെ നോമ്പ്. അതോടൊപ്പം തന്നെ നാളെ വ്യാഴാഴ്ചയാണ് മുഹറം 9. പറ്റാവുന്ന എല്ലാവരും നാളെയും മറ്റന്നാളും നോമ്പനുഷ്ഠിക്കുക. വലിയ പ്രതിഫലമാണ്. മറ്റൊരു ഹദീസിൽ 60 വർഷം നോമ്പനുഷ്ഠിച്ച പ്രതിഫലമുണ്ട് എന്നൊക്കെ കാണാം. ഏതായാലും അനുഗ്രഹീതമായ ഈ മുഹറം 10-ൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് നല്ല ഭക്ഷണം നൽകി കുടുംബത്തിൽ സന്തോഷത്തോടെ വളരെ റാഹത്തായ ഒരു ദിനമായി കൊണ്ടാടുക.
കൂടുതൽ റബ്ബിലേക്ക് അടുക്കുക, പാവപ്പെട്ടവരെ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുക. ഈ ദിനത്തെ എല്ലാവരും ഉപയോഗപ്പെടുത്തുക. നോമ്പ് മറക്കരുത്. വളരെ പ്രധാനപ്പെട്ട നോമ്പാണ്. അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ മുഹറം മാസമാണ്. റമദാൻ കഴിഞ്ഞാൽ നോമ്പനുഷ്ഠിക്കാൻ ഏറ്റവും പറ്റിയ മാസം മുഹറമാണ്. അതുകൊണ്ട് മുഹറം 10-ന്റെ നോമ്പ്, മുഹറം 9-ന്റെ നോമ്പ് അഥവാ വ്യാഴം വെള്ളി മറക്കരുത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.